ഒന്ന് ദിനവൃത്താന്തം അധ്യായം 1. ആദം, സേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, ഹെനോക്ക്, മെത്തുസലൈഹ്, ലാമക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മഗഗോഗ്, മദായി, യാവാൻ, തൂബാൽ, മെഷേക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീപത്ത്, തോഗർമ. യാവൻ്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തീം, റോദാനീം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്, കാനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സബ്ത, റാമ, സബ്തെക്ക. റാമയുടെ പുത്രന്മാർ ഷേബ, ദെദാൻ. കുഷിന് നിമ്നോദ് എന്നൊരു പുത്രനുണ്ടായിരുന്നു. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രുസീം, കസ്ലുഹീം, കഫ്തോറീം എന്നിവർ ജാതരായി. കഫ്തോറീമാണ് ഫിലിസ്തരുടെ പിതാവ്. സീദോൻ കാനാൻ്റെ ആദിജാതനും ഹേത്ത് ദ്വിതീയനുമായിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഹേദർ, മെഷേക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷോലാഹിമിൻ്റെയും ഷോലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പെലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷെലഫ്, ഹർസർമാർദ്, യെറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷേബ, ഓഫീർ, ഹവില, യോബാബ്, ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പെലഗ്, റവു, സേരുഹ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹാം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിൻ്റെ ആദ്യജാതർ നെബായോത്ത്, കോദാർ, അദ്ബേൽ, മിസ്ബാസ്, മിഷ്മ, ഫൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫിഷ്, കേദമ എന്നിവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായി കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ, ദേദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫ, എഫായർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽ പിറന്നു. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ്, റൗവേൽ, യവുഷ്, യാലാം, കോറാഹ്. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാൻ, സെഫി, ഗഥാം, കെനസ്, തിമ്ന, അമലേഖ്. റവൂലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറക്, ഷമ്മ, മിസ. സേറിൻ്റെ പുത്രന്മാർ ലോഥാൻ, ഷേബാൽ, സിബയോൻ, ആന, ദിഷോൻ, ഏസർ, ദീഷാൻ. ലോഥാൻ്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോഥാൻ്റെ സഹോദരിയാണ് തിമ്ന. ഷേബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓന. സിബിയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. ആനയുടെ പുത്രനാണ് ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. യസാറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സവാൻ, യാഖാൻ. ദിഷാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിലെ രാജഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഏദോമിൽ വാണ രാജാക്കന്മാർ ബയോറിൻ്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബെസ്രക്കാരനായ സേറഹിൻ്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിൻ്റെ മരണത്തിനു ശേഷം ബദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിദ് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിനു ശേഷം മിസ്രൈക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ രഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബൽഹനാൻ രാജാവായി. ബൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസ്ഹാബിൻ്റെ പൗത്രിയും മാത്രേദിൻ്റെ പുത്രിയുമായ മെഹത്താബൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. ഹദാദിൻ്റെ മരണത്തിനു ശേഷം ഏദോമിലുമാണ് പ്രമുഖന്മാർ തിമ്ന, അലിയ, യദേത്, ഓലിഹബാമ, ഏല, പീനോൻ, കേനസ്, തേമാൻ, മിസ്ബാർ, മഗ്ദിയേൽ, ഈറാം. ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു.
അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ശിമിയോൻ, ലേവി, യൂദ, ഇസഹാക്ക്, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആശേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബെത്ശുവായിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേരഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏതാൻ, ഹേമാൻ, കാൽക്കോൽ, ധാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഹാർ കർമ്മിയുടെ പുത്രനാണ്. ഏതാന്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന്റെ പുത്രന്മാർ യെറഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിൻ്റെയും അമിനാദാബ് യൂദാ ഗോത്രത്തിൻ്റെ നേതാവായ നഹശോൻ്റെയും പിതാവാണ്. നഹശോൻ സൽമായുടെയും സൽമ ബോവാസിൻ്റെയും ബോവാസ് ഓബദിൻ്റെയും ഓബദ് ജെസ്സിയുടെയും പിതാവാണ്. ജെസ്സിയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നഥേനേൽ, റദ്ദായി, ഓസേം, ദാവീദ്. സെറുയായും അബിഗായേലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാസ്, അസഹേൽ. അബിഗായേലിന് അമാസ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഇസ്മായിലിനായിരുന്ന യഥേറായിരുന്നു അവൻ്റെ പിതാവ്. ഹിസ്രോൻ്റെ മകനായ കാലബിന് ഭാര്യയായ അസുബായിൽ എറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷേർ, ശോഷാബാബ്, അർദോൻ. അസുബായുടെ മരണത്തിനു ശേഷം കാലബ് എഫ്രാത്തിന് വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയാരുടെയും ഊറിയ ബസാലേലിൻ്റെയും പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഹവോത്തും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഹെഷൂറും ആറാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോൻ്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തയെ പ്രാപിച്ചു. അവളിൽ അവന് അഷൂർ ജനിച്ചു. അഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹിസ്രോന്റെ ആദിജാതനായ യറഹമേലിൻ്റെ പുത്രന്മാർ ആദിജാതനായ റാമും, ബൂന, ഓരൻ, ഓസേം, അഹിയ എന്നിവരും. യറഹമേലിന് അദാറ എന്ന വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹമേലിൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, ഏക്കീർ. ഓനാമിൻ്റെ പുത്രന്മാർ മാർ, ഷമ്മായി, യാദ. ഷമ്മായുടെ പുത്രന്മാർ മാർ, നദാബ്, അബിഷൂർ. അബിഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അബഹാൻ, മോലിദാത്ത് എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലത്ത്, അബായിം. സേലത്ത് മകളില്ലാതെ മരിച്ചു. അബിയാമിൻ്റെ പുത്രനാണ് ഈഷി. ഈഷിയുടെ പുത്രൻ ശോഷാൻ. ശോഷാൻ പുത്രൻ അഹലായ്. ഷമ്മായുടെ സഹോദരൻ യാദയുടെ പുത്രന്മാർ യദർ, ജോനാഥൻ. യദർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥൻ്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യർഹേമേലിൻ്റെ വംശത്തിൽപ്പെടുന്നു. ശോഷാന് പുത്രന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശോഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാൻ്റെയും നാഥാൻ സബാദിൻ്റെയും പിതാവാകുന്നു. സബാദ് എഫാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹൂവിൻ്റെയും യേഹൂ അസിറിയയുടെയും പിതാവാണ്. അസിറിയയ്ക്ക് ഹേലസും ഹേലസ് എലിയാസായും ജനിച്ചു. എലിയാസ സിസ്മായുടെയും സിസ്മായി ശല്ലൂമിൻ്റെയും പിതാവാണ്. ശല്ലൂമിന് യാക്കിമിയായും യാക്കിമിയായ്ക്ക് എലിഷീമായും ജനിച്ചു. എറഹമേലിൻ്റെ സഹോദരനായ കാലബിൻ്റെ ആദിജാതനും സീഫിറിൻ്റെ പിതാവുമാണ് മരേഷ. മരേഷയുടെ പുത്രൻ ഹെബ്രോൻ. ഹെബ്രോൻ്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റെക്കേം, ഷേമ. ഷേമ റാഹാമേലിൻ്റെയും അവൻ യോർക്കോക്യാമിൻ്റെയും പിതാവാണ്. റെക്കേം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രന്മാർ മാവോൻ. മാവോൻ്റെ പുത്രൻ ബത്സൂർ. ഹാരാൻ, മോസ, ഗാസേസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ എഫായിൽ ജനിച്ചു. ഗാസേസിൻ്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഗം, യോഥാം, ഗേഷാൻ, പെലത്ത്, ഏഫ, ഷാഫ്. മാഖ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മംദാനയുടെ പിതാവായ ഷാബ് മക്ബേലായനുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലബിൻ്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിൻ്റെ ആദിജാതരായ ഹൂറിൻ്റെ പുത്രന്മാർ കിരിയാത്താറാമിൻ്റെ പിതാവ് ഷേബാൽ, ബെത്ലഹേമിൻ്റെ പിതാവ് സൽമ, ബെത്കാരാദിൻ്റെ പിതാവ് ഹാരബ്, അർദമെനു ഹോദ്യർ,
ഹദൈവ എന്നിവർ കിരിയാത്ത് യോറാമിൻ്റെ പിതാവായ ശെബാലിൻ്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്ത് യെയാറാമിൻ്റെ കുലങ്ങൾ ഇത്യർ, പുത്യർ, ശുമ്മാത്യർ, മിഷ്യാര്യർ എന്നിവരും സെറാത്യരും എഷ്താവോല്യരും ഉത്ഭവിച്ചു. ബത്ലേഹേം, നെത്തോഫാത്യർ, അത്രോബദ്ബായർ, അർമനഹാത്യർ, സോര്യർ എന്നിവർ സൽമ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തീരാത്യർ, ഷിമിയാത്യർ, സുഖ്യാത്യർ. റേഹാബു കുടുംബത്തിൻ്റെ പിതാവായ ഹാമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. അധ്യായം 3. ദാവീദിൻ്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ആദിജാതൻ അമ്നോൻ ജസ്രേൽക്കാരി അഹിനോമാവിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കർമ്മൽക്കാരി അബിഗായിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം യശൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഗിഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിതാലിൽ ജനിച്ചു. ഭാര്യ ഏഗ്ലായിലിൽ. ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിൽ 7 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമിയ, ഷേബാബ്, നാഥാൻ, സോളമൻ ഇന്ന് 4 പേർ. അമേലിൻ്റെ മക്കളായ ബെത്ഷുവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലിഷമ, എലീഫത്ത്, നോഗ, നെഫഖ്, യാഫിയ, എലിഷാമ, എലിയാദ്, എലിഫേത്ത് എന്നിങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരെന്നിവർ. ഇവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സോളമൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോഥാം, ആഹാസ്, എസകിയ, മനാസെ, ആമോൻ, ജോസിയ. ജോസിയയുടെ പുത്രന്മാർ ആദിജാതൻ യോഹന്നാൻ, രണ്ടാമൻ യഹോക്കാക്കീം, മൂന്നാമൻ സദക്കിയ, നാലാമൻ ഷെല്ലു. യഹോക്കാമിൻ്റെ മകൻ യാക്കോണിയ, അവൻ്റെ മകൻ സദക്കിയ. വിപ്രവാസിയായ യക്കോണിയയുടെ പുത്രന്മാർ ശലാത്തിയേൽ, മൽക്കീരാം, പെദയ, സെനാസർ, യാക്കമിയ, ഹോഷമ, നെതബിയ. പെദായുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമീം, മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബലിൻ്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി, യശുബാം, ഓഹേൽ, ബറഹിയ, ഹസഹിയ, യശബാദഹെദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയയുടെ പുത്രന്മാർ പെലത്തിയ, ഏശയ. ഏശയയുടെ പുത്രൻ റഫായ, റഫായുടെ പുത്രൻ അർനാൻ, അർനാൻ്റെ പുത്രൻ ഒബാദിയ, ഒബാദിയയുടെ പുത്രൻ ഷെക്കാനിയ, ഷെക്കാനിയുടെ പുത്രൻ ഷെമയ, ഷമായുടെ പുത്രൻ ഹത്തൂഷ്, ഈകാൽ, ബറിയ, നെയാറിയ, ഷാഫത്ത്. ഷെക്കാനിക്കയ്ക്ക് ആകെ 6 പേർ. നെയാറിയുടെ പുത്രന്മാർ എലയോവാനായി, ഹിസക്കിയ, അസ്രിക്കാം. ഇങ്ങനെ 3 പേർ. എലിയോവാനായുടെ പുത്രന്മാർ ഹോദാവിയ, എലിയാഷാബി, പെലയ, അക്കൂബ്, യോഹന്നാൻ, ദലയ, അനാനി. ഇങ്ങനെ 7 പേർ.